കൊറോണ വ്യാപനം പ്രവാസികൾക്ക് നൽകുന്ന വേദന ചെറുതൊന്നുമല്ല. പണ്ട് മുതൽക്കേ തന്നെ പ്രവാസികളുടെ സുഖലോലുപതകൾ മാത്രം കേട്ടറിവുള്ള പ്രവാസികൾക്ക് ഗൾഫ് പെട്ടികളിൽ നിന്ന് വരുന്ന സുഗന്ധം ചോര നീരാക്കിയതാണെന്ന് അറിയുകയായിരുന്നില്ല. അവർ കടന്നുപോകുന്ന മാനസിക സംഘർഷങ്ങൾക്കിടയിലും ഒന്നും ഉരിയിടാതെ ചിരിക്കുക മാത്രമായിരുന്നു അവർ ചെയ്തത്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി ഇവിടെ എത്തിയ പലരും എത്രയെത്ര സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ് ഇവിടെ ബാക്കി വെച്ച് കടന്നുപോയത്. ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കുറിപ്പ് പങ്കുവെക്കുകയാണ് ദുബായിലെ സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം: മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി രാജീവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായെങ്കിലും കുടുംബവുമായി ഗൾഫിൽ ഒന്നെത്തി താമസിക്കാനുള്ള വരുമാനം ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് നല്ലൊരു കമ്പനിയിൽ ജോലി ശരിയാവുകയും ഭാര്യ രമ്യയും മകളെയും ഗൾഫിൽ കൊണ്ടുവരികയും ചെയ്തത്. കുടുംബത്തെ നാട്ടിൽ നിർത്തി ഇവിടെ ഒറ്റപ്പെട്ട പ്രവാസ ജീവിതം നയിക്കുവാൻ രാജീവ് ആഗ്രഹിച്ചിരുന്നില്ല. നല്ലൊരു ജോലി ശരിയാവുകയും ഭാര്യയും മകളെയും ഇവിടെ കൊണ്ടുവന്നപ്പോൾ വിധി മറ്റൊന്നാവുകയായിരുന്നു. ഭർത്താവുമായി ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹത്തോടെ ഗൾഫിലേക്ക് എത്തിയ ഭാര്യയ്ക്കും മകൾക്കും രാജീവിന്റെ മൃതദേഹവുമായി നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ. നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, വിധി മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇതാണ് ജീവിതം. പ്രവാസ ലോകത്ത് ഹൃദയാഘാതം എന്ന രോഗം ഇപ്പോൾ പരിചിതമായിരിക്കുന്നു. എംബാമിംഗ് കഴിഞ്ഞ് പെട്ടിയിൽ വെച്ച് ഓരോ മയ്യത്തിനെയും അവസാനമായി മൂടുമ്പോൾ ഞാൻ ഓർത്തുപോകും, മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി ഇവിടെ എത്തിയ പലരും എത്രയെത്ര സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ് ഇവിടെ ബാക്കി വെച്ച് കടന്നുപോയത്. തൊട്ടു മുന്നിലെ നിമിഷം വരെ തിരക്കുകൾക്കിടയിൽ അമർന്നവരിൽ പലരും അടുത്ത നിമിഷം മരണത്തിന് കീഴടങ്ങിയ വാർത്തകൾ ഞെട്ടലോടെയാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. രാജീവിന്റെ മൃതദേഹം കൊണ്ട് കാർഗോ സെഷനിൽ ക്ലിയർ ചെയ്ത് അവിടെ എത്തിച്ച് കുറച്ച് പേപ്പറുകളുമായി ആ അമ്മയുടെയും കുഞ്ഞിന്റെയും അടുത്തേക്ക് വന്നപ്പോൾ അവരെ സമാധാനപ്പെടുത്താൻ എനിക്ക് വാക്കുകളില്ലാതെ പോയിരിക്കുന്നു. ജീവിതത്തിൽ എന്നും ഒരുമിച്ചുണ്ടാകുമെന്ന് വാക്ക് നൽകിയിട്ട് എന്തേ രാജീവേട്ടൻ ഞങ്ങളെ മാത്രം ഒറ്റയ്ക്കാക്കി ഇത്ര വേഗത്തിൽ പോയത്? വളരെ ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ആ സഹോദരിയുടെ നിലവിളി എൻ്റെ കാതുകളിൽ നിലയ്ക്കാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പരേതന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അഷ്റഫ് താമരശ്ശേരി. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്.